നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? നന്നായിട്ട് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം. ഇപ്പൊ ഞങ്ങൾക്കിവിടെ നല്ല ചൂട് കാലാവസ്ഥയാണ്, ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് മഴ കിട്ടിയായിരുന്നു. അത് പെയ്ത ദിവസങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഒരു 3-4 ദിവസത്തേക്ക് അത് കഴിഞ്ഞപ്പോൾ എല്ലാം സ്റ്റോപ്പായി. ഇപ്പോൾ ഇരട്ടി ചൂടായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു. ആൽവിനും സുഖമായിരിക്കുന്നു. നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് എന്നും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ആൽവിനും സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ലേ, ഹാപ്പി ആയിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എനിക്ക് ഈവനിങ്ങിലേക്കുള്ള ഫുഡ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ കിച്ചണിലേക്ക് ഞാൻ എന്താ കിടക്കാണ്. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്, അതും കുക്കറിൽ പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഉണ്ടാക്കാം. കുക്കറിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ സമയമൊക്കെ ഒത്തിരി ലാഭിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അടിപൊളി മെത്തേഡാണ്. അപ്പോൾ നമ്മളിതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ മട്ടൻ ഉണ്ടാക്കുന്നത് കാണിച്ചായിരുന്നു. ഇന്ന് ഞാൻ ചിക്കൻ ഉണ്ടാക്കണം. നമ്മുടെ ജോലികളൊക്കെ വേഗം എളുപ്പത്തിൽ തീർക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഐറ്റമാണ് ചിക്കൻ ഇൻ കുക്കർ. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് സബോളയൊക്കെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3-4 സബോള കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ തക്കാളിയുടെ പേസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കാഷ്നട്ട്, ഈ ഐറ്റംസുകളെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ ഇപ്പോൾ വരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ അവിടെ ഒരു സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഒരു കുറേശ്ശെ പച്ചമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ആവശ്യം വലിപ്പമുള്ളൊരു കഷ്ണം, പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മളിടുന്ന ഒരു മെയിൻ ഐറ്റം, അതായത് ഒരു സ്പെഷ്യൽ ഐറ്റം, നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടാനുള്ള ഐറ്റമാണ് ഒരു 5-8 കാഷ്നട്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് ഇട്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഈ വെള്ളവും കാഷ്നട്ടും കൂടെ ഒരുമിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അരച്ചത് നമുക്ക് നീക്കി വയ്ക്കാം. ഇനി ഞാൻ ഇവിടെ ഒരു 3 തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തക്കാളിയും കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ തക്കാളി പേസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റായി കിട്ടണമെന്നൊന്നുമില്ല കേട്ടോ, ഒരുവിധം നന്നായി ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ തക്കാളി പേസ്റ്റും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഇവിടെ 1 കിലോ ചിക്കൻ, ഇത് ഇന്നലെ രാത്രി ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടുവന്നത്. അപ്പോൾ ഞാനിത് നല്ലപോലെ ഉപ്പ് തിരുമ്മി ഫ്രീസറിൽ വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പെടുത്ത് ഞാൻ ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ശകലം മഞ്ഞൾപ്പൊടിയാണ്. ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ആ കാര്യം മറക്കണ്ട. ഒരു ശകലം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി, എരിവിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിനനുസരിച്ച് സ്പൈസി ആയിട്ടുള്ളത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ എരിവ് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി വയ്ക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു 3/4 ബൗളോളം തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഇത് മിക്സാക്കി റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നീക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുക്കർ അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കാം. കുക്കർ ഒന്ന് ചൂടാവട്ടെ. ചൂടായിട്ട് നമുക്ക് ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിൽ കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് 10 മടങ്ങ് വർദ്ധിക്കും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. കടുകെണ്ണയിലും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞങ്ങളിവിടെ UP-യിൽ കടുകെണ്ണയിലും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സബോള ഞാനൊരു 4 എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ നമ്മൾ സബോള ഇത്തിരി കൂട്ടിയിടാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ 4 സബോള ഞാൻ കനം കുറച്ച് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കനം കുറച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വഴറ്റിയെടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. നല്ലപോലെ വേഗത്തിൽ നമുക്ക് വഴന്ന് കിട്ടും. കറിക്കായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ സബോള റെഡി. പിന്നെ ഞാൻ ഇവിടെ തക്കാളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ചെറിയ 3 തക്കാളി എടുത്ത് കട്ട് ചെയ്ത് അതിൻ്റെ പേസ്റ്റാക്കി എടുത്തിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു കുറച്ച് കാഷ്നട്ട്, അത് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർത്തി അതും കൂടെ ചേർത്ത് അരച്ച് എടുത്തിരിക്കുന്നതാണ്.
നിങ്ങളുടെ കയ്യിൽ പുതിനയിലയും മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വറ്റൽമുളക്, ഒരു 3-4 വറ്റൽമുളക് ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വറ്റൽമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എരിവൊക്കെ അധികം ഒന്ന് തോന്നണം, അല്ലെങ്കിൽ ഇത് ഇടേണ്ട ആവശ്യമില്ല എന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ ഇടണ്ട. ഞാനിപ്പോൾ എന്തായാലും ചേർക്കുന്നുണ്ട്. അത് ചിക്കനിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകൊക്കെ നല്ലപോലെ ചൂടായി. അപ്പോൾ നമുക്ക് നമ്മളിനി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റാം. നമുക്കിത് ഒരുപാട് നേരമൊന്നും വഴറ്റണ്ട. നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നത് തന്നെ നമ്മുടെ സമയം ലാഭിക്കാനായിരുന്നു. അപ്പോൾ ഒത്തിരി നേരിട്ട് വഴറ്റി ബ്രൗൺ കളറാക്കുന്ന വരെയൊന്നും വഴറ്റാൻ നിൽക്കണ്ട. ഒരു കുറച്ച് നേരം വഴറ്റാം. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട് ജസ്റ്റ് നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാവുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് ആ ഫ്ലെയിമൊക്കെ നല്ലപോലെ നമ്മൾ കൂട്ടി വെച്ചിട്ട് തന്നെ കേട്ടോ നമ്മൾ വഴറ്റുന്നത്. കാരണം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. അപ്പോൾ ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് നമ്മൾ വഴറ്റാൻ നിന്ന് ഒത്തിരി സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനി ഓരോരോ ഐറ്റമായിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കാഷ്നട്ടിൻ്റെയൊക്കെ പേസ്റ്റ് ഇത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഇത്രയ്ക്ക് മതി, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാണ് അവിടെ കുക്കർ നോക്കിയപ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ, തക്കാളി പേസ്റ്റും പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയല്ലേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് ഒന്ന് വേഗത്തിൽ കുക്കായി കിട്ടാനും പിന്നെ സബോളയ്ക്ക് നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റംസിന് മാത്രമുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഇത്തിരി കുറച്ച് വയ്ക്കാം, കാരണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവുക. അപ്പോൾ ഈ സമയത്ത് ഇനി ഒന്നും കരിഞ്ഞു പോകാൻ ഇടയാവരുത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതോടൊപ്പം നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പൊടികളും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു ചിക്കൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇത് എൻ്റെ വക സ്പെഷ്യൽ ചിക്കനാണ്. നിങ്ങൾ ഒരു യൂട്യൂബിലും കാണാത്ത ഒരു വീഡിയോ ആയിരിക്കും, എവിടെയും നിങ്ങൾ കാണാത്തതായിരിക്കും. ഇത് എൻ്റെ വക സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. പക്ഷെ നിങ്ങളെങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക, അടിപൊളി സൂപ്പർ ടേസ്റ്റി ചിക്കൻ. അതും നല്ല രസമുള്ളപ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഇല്ലാത്തപ്പോഴോ ഇങ്ങനൊരു ചിക്കൻ കറി ഉണ്ടാക്കി നോക്ക്. വീട്ടിലെല്ലാവരും ഇഷ്ടപ്പെടും. നിങ്ങളോട് പിന്നെയും ചിക്കൻ കറി ചോദിച്ച് വാങ്ങിച്ചു കഴിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ പൊടികൾ ഇതാ ഇനി ഓരോന്നോരോന്നായിട്ട് ഇടാം. അപ്പോൾ നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ചിക്കനിൽ നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. നമ്മുടെ അടുത്തായിട്ട് എന്ന് പറയുന്നത് മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ സ്പൂണിൽ 2 സ്പൂൺ ചേർത്തിട്ടുള്ളൂ. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ തേങ്ങപ്പാൽ പിഴിഞ്ഞെന്നുള്ള ചിക്കൻ കറി അല്ല കേട്ടോ, നമ്മൾ ജോലി എളുപ്പത്തിലാക്കാനുള്ളൂ. അപ്പോൾ തേങ്ങ ചിരവേ പാല് പിഴിയേ ഒന്നും വേണ്ട. ഇനി അടുത്തത് ചിക്കൻ മസാല. അപ്പോൾ ഏതെങ്കിലും ചിക്കൻ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ സ്റ്റൈലിൻ്റെ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ഒരു 3 സ്പൂൺ അത് ചേർത്തിട്ടുണ്ട്. അതും ഇതേപോലത്തെ കൊച്ചു സ്പൂൺ ആട്ടോ. ഇനി നമുക്ക് എരിവിന് നിങ്ങളുടെ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത്തിരി എരിവായ പ്രശ്നമുള്ളവർ വളരെ എരിവ് കുറച്ച് ചേർത്ത്. ഞാൻ എന്താ ഒരു 1.5 സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം അതിനകത്ത് നമ്മൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്, പിന്നെ എരിവിനുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ അരച്ച സമയത്ത് പച്ചമുളക് ഞാൻ 3 അരച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര എരിവൊക്കെ നമുക്ക് ധാരാളം മതി. അടുത്ത് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കറിക്ക് ജസ്റ്റ് ഒരു നല്ലൊരു കളറൊക്കെ വരാൻ വേണ്ടി ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ഈ ഒരു കൊച്ചു സ്പൂൺ കൊണ്ട് 3 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഐറ്റംസുകളൊക്കെ ആയി. ഇനി നമുക്ക് അടുത്തായിട്ട് ഇവിടെ ചേർക്കുന്നത് പെരുംജീരകത്തിൻ്റെ ഇത്തിരി പൊടിയാണ്. പെരുംജീരകം പൊടിച്ച് ഞാൻ വെച്ച് ചേർക്കുന്നതാണ്. അപ്പോൾ അത് ഒരു സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്ത് നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല. അപ്പോൾ അത് നമുക്കൊരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പൊടികളെല്ലാം അതിനകത്ത് കിടക്കണം. ഇനി നമുക്ക് എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി ഒരു 2 മിനിറ്റ് പൊടികളൊക്കെ ഒന്ന് ചൂടാവാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്കിനി വീണ്ടും ഫ്ലെയിം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഇത്തിരി കൂട്ടിക്കൊടുക്കാം. പൊടികളൊന്ന് ചൂടാവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. പൊടികളൊന്ന് ചൂടായി കിട്ടിയാൽ നമ്മുടെ കറിക്ക് ആ ഒരു കളറും ടേസ്റ്റും ഒക്കെ വരുള്ളൂ. പൊടികൾ ചൂടാക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം ഇവിടെ നല്ല അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട്. ഈ രീതിയിൽ മസാലകൾ
എല്ലാം നല്ല പോലെ നമുക്ക് ചൂടായി കിട്ടിയിട്ടുണ്ട്. സവോളയൊക്കെ ഒരുവിധം നല്ല പോലെ തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. പിന്നെ സവോളയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും, എങ്കിലും കുറച്ച് നമുക്ക് ഗ്രേവി വേണമായിരിക്കുമല്ലോ. ഞങ്ങളൊക്കെ ഇവിടെ ഗ്രേവി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, ചോറിനും ചപ്പാത്തിക്കും ഒക്കെ. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. നിങ്ങൾ ഈ വെള്ളം ചൂടാക്കി ഒഴിക്കാൻ പറ്റുമെങ്കിൽ ചൂടാക്കി ഒഴിച്ചു. ഞാനിപ്പോൾ ജസ്റ്റ് നോർമൽ വാട്ടർ എടുത്തേക്കണം. പക്ഷെ ഞാനിത് ഈ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഗ്ലാസ്സിൽ ഇതാ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി കുക്കായി കിട്ടി കഴിയുമ്പോൾ ഗ്രേവിക്ക് ഒട്ടും കുറവ് തോന്നില്ല, ഗ്രേവി നന്നായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് കുക്കർ തുറന്ന് നോക്കുമ്പോൾ ഗ്രേവി അധികമായിട്ട് തോന്നണമെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചൊന്ന് വറ്റിച്ചാൽ മതി. അപ്പോഴും നമ്മുടെ കറി നല്ല സെറ്റായി കിട്ടും. നമുക്ക് 2 മിനിറ്റ് ഈ വെള്ളം നമ്മൾ ഒഴിച്ചത് കൊണ്ട് തിളച്ച് കിട്ടാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ കറിയിലേക്ക് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമുക്കൊന്നും വേറെ എടുക്കാൻ പറ്റില്ല, എല്ലാം നല്ല തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ട്. സബോളയൊക്കെ നല്ലപോലെ തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നമ്മളിവിടെ മസാലയൊക്കെ തിരുമ്പി വെച്ചിരിക്കുന്ന ചിക്കൻ ഇത് ഇട്ട് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ചിടാം കേട്ടോ. ചിക്കൻ പീസ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം. കുക്കർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കുക്കറിൻ്റെ അവസ്ഥ കണ്ടുകൂടാ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. ഇപ്പോൾ കുക്കായിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ നമുക്ക് കുക്കാകാനായിട്ട് നമുക്ക് അടച്ചു വെക്കണം. ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കട്ടെ, മസാലയൊക്കെ ഒന്ന് എല്ലാവരുടെയും ആവാൻ വേണ്ടി. അപ്പോൾ മിക്സിങ് എല്ലാം കഴിഞ്ഞൂടെ. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ആദ്യം ഒരു 2 വിസിൽ വേഗത്തിൽ വന്നോട്ടെ. 2 വിസിൽ വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഇത്തിരി കുറച്ചിടാം, ശകലം കുറച്ചിട്ടിട്ട് 1 വിസിലും കൂടെ വരുത്തിക്കുക. അങ്ങനെ 3 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ചിക്കൻ കറി, കുക്കറിലെ ചിക്കൻ കറി റെഡി. ഈ സമയം കൊണ്ട് എനിക്കിനി ചോറുണ്ടാക്കണം. ചോറ് വെച്ചിട്ടില്ല, രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ചോറ് ഞാൻ പെട്ടെന്ന് വെക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ വിസിൽ വേഗം വരും, കാരണം ഓൾറെഡി ഇതിനകത്തുള്ള ഐറ്റംസ് എല്ലാം ഒരുവിധം നല്ലപോലെ തന്നെ ചൂടായേക്കെന്താ. അതുപോലെ വെള്ളമൊക്കെ തിളച്ചതാണ്, മസാലയൊക്കെ നല്ല ചൂടാണ്. ആകെ ചിക്കൻ ഒന്ന് ചൂടായി വരുന്ന ഒരു ടൈം എടുക്കും. നമ്മുടെ കുക്കറിൽ നിന്ന് 3 വിസിൽ വന്നു കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം കുക്കർ. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഞാൻ എന്താ ചോറൊക്കെ കൂടെ കുക്ക് ചെയ്തെടുത്തു കേട്ടോ. ചോറൊക്കെ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കുക്കർ ഇവിടെ റെഡി. ഞാൻ റൈസ് ഇങ്ങോട്ടേക്ക് നീക്കി വെക്കണം. അപ്പോൾ നമുക്കിനി കുക്കർ തുറക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് മിക്സ് ആക്കട്ടെ, ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഗ്രേവിയോട് കൂടിയുള്ള നല്ല അടിപൊളി ചിക്കൻ കറി, അത് തേങ്ങാപ്പാലൊന്നും പിഴിയാതെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കണം. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.